الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله وقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അങ്ങേയറ്റം ഗൗരവത്തിലെടുക്കുന്ന, സ്നേഹിക്കുന്ന, ശ്രദ്ധിക്കുന്ന, തഖ്വ ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് ഒരുപാട് നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഒരു രീതി കഥയിലൂടെയാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഒരുപാട് കഥകൾ കാണുന്നുണ്ട്. യൂസുഫ് നബിയെ കുറിച്ച് കഥകൾ പറയുന്നു ഖുർആൻ, യുവാക്കൾക്ക് പാഠമാകാൻ വേണ്ടി. ഖാറൂനിനെ കുറിച്ച് കഥകൾ പറയുന്നു, സമ്പന്നർക്ക് പാഠമാകാൻ വേണ്ടി. ഫിർഔനിനെ കുറിച്ച് പറയുന്നു, ഭരണാധികാരികൾക്ക് പാഠമാകാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഖുർആൻ കഥകൾ നമ്മളോട് പറയുന്നുണ്ട്. അത് കേവലം കഥയല്ല, പാഠം ഉൾക്കൊള്ളാനുള്ള കഥകളാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ജീവികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു, അവരുടെ കഥകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ എന്തേ ഒരു ജീവിക്ക് കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ കേവലം ജീവികളുടെ കഥ പറയുക എന്നതിനും അപ്പുറത്തേക്ക് ആ ജീവികളുടെ നാമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിന്റെ അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ നമ്മൾ കാണാം. സൂറത്തുൽ അൻകബൂത്ത് ചിലന്തികളെ കുറിച്ചാണ്, സൂറത്തുൽ ബഖറ പശുവിനെ കുറിച്ച്, സൂറത്തുൽ നംൽ അങ്ങേയറ്റം ചെറിയ ഉറുമ്പ് മുതൽ സൂറത്തുൽ ഫീൽ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന വരെ വലിയ പാഠങ്ങളാണ്. അതിൽ സൂറത്തുൽ നംൽ ശ്രദ്ധേയമായ ഒരു സൂറത്താണ്. ഉറുമ്പെന്ന ചെറിയ ജീവിയാണെങ്കിലും അതിലുള്ള ജീവികളെ കുറിച്ച് പറയുമ്പോൾ മഹത്തരമായ പാഠങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ജീവികൾ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നു എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ മറുപടി പറയാൻ, തീർച്ചയായിട്ടും കന്നുകാലികളിൽ, ജീവജാലങ്ങളിൽ മനുഷ്യർക്ക് പാഠമുണ്ട് എന്ന് ഖുർആൻ പറയാം. നമ്മൾ പഠിക്കേണ്ടുന്ന ചില പാഠങ്ങൾ ആ ജീവികളിലൂടെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ജീവികളുടെ പ്രത്യേകത? അതും ഖുർആൻ പറഞ്ഞു തരാണ്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജീവികളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. എല്ലാ ജീവജാലങ്ങളും തസ്ബീഹ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ അള്ളാഹുവിനെ എത്ര തസ്ബീഹ് ചെയ്യണം, തഹ്ലീൽ ചെയ്യണം, അള്ളാഹുവിനെ ഓർക്കണം. അതുകൊണ്ടാണ് ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അമാ അഹദുക്കും തസ്തഹയി, നിങ്ങൾക്ക് ഒരാൾക്ക് നാണമില്ലേ, നിങ്ങൾ ലജ്ജ തോന്നാറില്ലേ, നിങ്ങൾ ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു, പക്ഷേ വഹുവ അക്സറു മിൻക ദിക്റ, ആ ഹിമാർ പോലും, ആ ജന്തു പോലും ഒരുപക്ഷെ നിന്നേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ഒരു വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിക്റുകൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വാഹനത്തിൽ കയറിയാൽ തിരക്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ സോങ്ങിന്റെ ലിസ്റ്റ് എടുത്തിട്ട് ഏത് പ്ലേ ചെയ്യും, അതിനുശേഷം ഏത് പ്ലേ ചെയ്യും, അത് തർത്തീബ് ചെയ്യുന്ന തിരക്കിലാണ്. ഒരു വാഹനം പോലും, ഒരു മൃഗം പോലും നിന്നേക്കാളേറെ അള്ളാഹുവിനെ ഓർക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നിനക്ക് നാണം തോന്നുന്നില്ലേ എന്നാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവികൾ പോലും അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. ഞാനൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയ എത്രയാണ് അതിന്റെ പ്രതിഫലം? കേവലം തസ്ബീഹ് മാത്രമല്ല, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബ്ബ, ആകാശത്തും ഭൂമിയിലും ഉള്ള എല്ലാ ജീവജാലങ്ങളും
അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കൂ, അള്ളാഹുവിന് നമ്മുടെ സുജൂദ് കിട്ടിയിട്ട് വേണോ? വേണ്ട. നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ടോ? നിസ്കാരം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? സുന്നത്തുകൾ അധികരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ജീവികൾ പോലും സുജൂദ് ചെയ്യുന്നു. അതെങ്ങനെയാ നമുക്കറിയില്ല. ജീവികളുടെ, പർവ്വതങ്ങളുടെ, സൂര്യന്റെ, ചന്ദ്രന്റെ, വൃക്ഷങ്ങളുടെ ഒക്കെ സുജൂദ് എങ്ങനെയാണ്, തസ്ബീഹ് എങ്ങനെയാണ് നമുക്കറിയില്ല. എല്ലാം അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അവർക്ക് പഠിപ്പിച്ചു തന്ന പോലെ മുടക്കില്ലാതെ അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ട് എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, എങ്ങനെ നന്നായി പെരുമാറണം എന്നൊരു ജീവിതം മുഴുവൻ അധ്യായം പോലെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ എത്രയാണ് വീഴ്ച വരുത്തുന്നത്. അതുകൊണ്ട് ജീവികളെ കണ്ടു പഠിക്കൂ എന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരൊറ്റ ഹദീസ് അത് മതി. ജീവികളുടെ കാര്യത്തിൽ എത്രമേൽ നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു പെണ്ണിനെ അള്ളാഹു ശിക്ഷിച്ചു, അവളെ നരകത്തിലിട്ടു. എന്തിന്റെ പേരിൽ? ഫിഹിറ. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ വിഷയത്തിൽ. എന്താ അവൾ ചെയ്തത്? പൂച്ചയെ തിന്നാൻ വിടാതെ കെട്ടിയിട്ടു. അങ്ങനെ വിശന്നിട്ട് ആ പൂച്ച മരിച്ചുപോയി. അതിന്റെ പേരിൽ അള്ളാഹു അവളെ നരകത്തിലിട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാം. നമ്മൾ ആലോചിച്ചു, ഒരു പൂച്ചക്ക് ഭക്ഷണം തടഞ്ഞതിന്റെ പേരിൽ അള്ളാഹു നരകം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ഞാൻ വലിയ കമ്പനി റൺ ചെയ്യുന്ന മനുഷ്യനാണ്. ഈ മാസം എന്റെ കീഴിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ? അവന്റെ കുടുംബം പട്ടിണിയായി പോയാൽ, അവൻ പട്ടിണിയായി പോയാൽ, ആ പട്ടിണിയിൽ അവന്റെ കുടുംബത്തിൽ ഏതെങ്കിലും കുഞ്ഞ് കരഞ്ഞു പോയാൽ, പൂച്ചയുടെ വിഷയത്തിൽ വിടാത്ത അള്ളാഹു ഒരു കുഞ്ഞിന്റെ വിഷയത്തിൽ വിടും എന്ന് നമ്മളിങ്ങനെ കരുതുകയാണ്. ആലോചിച്ചു, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ചില ആളുകൾ എന്തെങ്കിലും ഒരു ജീവിയെ പിടിച്ചാൽ, പലപ്പോഴും നമുക്ക് എലിയൊക്കെ പിടിക്കുന്ന ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഓർക്കേണ്ടതുണ്ട്. കെട്ടിയിട്ട് കൊല്ലുക, ഒരു സ്ഥലത്ത് തടഞ്ഞു വെച്ച് കൊല്ലുക. ചില ആളുകൾ കെണിയിൽ എലിയെ പിടിച്ചാൽ വെയിലത്ത് നിർത്തി അതങ്ങനെ അവിടെ കിടന്ന് മരിക്കാൻ അനുവദിക്കുകയാണ്. ആലോചിച്ചു, ഗൗരവമാണ്. നരകമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചു, ഒരു എലിയുടെ വിഷയത്തിലാണ് നരകം പറയുന്നത്, ഒരു പൂച്ചയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ വിഷയത്തിൽ എത്രമേൽ നരകത്തെ നമ്മൾ പേടിക്കണം. അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളുമായി, ഖുർആൻ മൃഗങ്ങളുമായി കണക്ട് ചെയ്ത് കുറെ കഥകൾ പറയാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7ഓളം മൃഗങ്ങൾ പ്രവാചകൻ പരിപാലിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ഒട്ടകങ്ങൾ 3 എണ്ണമായിരുന്നു. ഒന്നാമത്തെ ഒട്ടകത്തിന്റെ പേര് കസ്വ. പ്രവാചകന് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒട്ടകമാണ്. ആ ഒട്ടകത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു വന്നത്. മറ്റൊരു ഒട്ടകമാണ് ബഅല, മറ്റൊരു ഒട്ടകത്തിന്റെ പേരാണ്. ആ ഒട്ടകത്തിനെ കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാം. ആ ഒട്ടകം ഏറ്റവും നന്നായി വേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന ഒട്ടകമായിരുന്നു. ഏത് റണ്ണിങ് റേസ് കോമ്പറ്റീഷൻ എടുത്ത് നോക്കിയാലും ആ ഒട്ടകം ജയിക്കുമായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഒരു അറാബി മദീനയിലേക്ക് വരികയാണ്. ആ ഒട്ടകവുമായി ഒരു കോമ്പറ്റീഷൻ ഏർപ്പെട്ടു. ആ ഒട്ടകം തോറ്റുപോയി. ആ അറാബിയുടെ ഒട്ടകം ജയിച്ചു. ഹദീസിൽ കാണാൻ സഹാബാക്കൾക്കൊക്കെ വലിയ സങ്കടമായി. കാരണം തോറ്റുപോയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളൊക്കെ ഏറ്റവും ഹീറോ ആയിട്ട് കാണുന്ന ഒരു ഒട്ടകമാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൃഗം പരാജയപ്പെട്ട ആ സന്ദർഭത്തെ മുതലെടുത്തിട്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇന്ന ഹഖ്ഖൻ അലല്ലാഹി അല്ലാ യർഫഅഹാ ശൈഉൻ മിനദ് ദുനിയ ഇല്ലാ വദഅഹു. അല്ലാഹു ഈ ദുനിയാവിൽ ഏതൊരു വസ്തുവിനെ ഉയരാൻ അനുവദിച്ചാലും അത് പരമാവധി ഉയരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹു അതിനെ താഴ്ത്തും. ആലോചിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഏതൊരു വസ്തു, ആ ജീവിയാകട്ടെ, ഞാൻ വലിയൊരു കമ്പനി റൺ ചെയ്യാന്ന് വിചാരിച്ചോ, ഞാനാണ് ഇന്ന് ഏറ്റവും മാർക്കറ്റിൽ പേരുള്ള കമ്പനി, ഞാനാണ് ഇന്ന് ഏറ്റവും റാങ്കുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയൊക്കെ ടൈറ്റിൽസ് ഉണ്ടോ, ഞാൻ വളരുന്നുണ്ടോ, ശ്രദ്ധിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇന്ന ഹഖ്ഖൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ്. ഇങ്ങനെ ഉയരാൻ ഇങ്ങനെ അനുവദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹു ചെറുങ്ങനൊന്ന് താഴ്ത്തും. ചിലപ്പോൾ ചെറിയൊരു പരീക്ഷണം. എന്തിനാ? ഇതൊന്നും നിന്റെ കഴിവ് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒരു താഴ്ച ഉണ്ടാവും, ഒരു പതനം ഉണ്ടാവും, ഒരു ഫെയിലിയർ ഉണ്ടാവും. എന്തിനാണ്? ഇതൊന്നും നിന്റെ കഴിവ് കൊണ്ടല്ല എന്ന് തിരിച്ചറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒട്ടകവുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു കഥ കാണാം. ഒരിക്കൽ മുശ്രിക്കീങ്ങൾ പ്രവാചകന്റെ മദീനയിലേക്ക് കടന്നാക്രമിച്ചുകൊണ്ട് ഒരുപാട് ഒട്ടകങ്ങൾ എടുത്തുകൊണ്ട് പോവാൻ. കൂട്ടത്തിൽ ഈ ഒട്ടകവുമുണ്ട്. ആ ഒട്ടകത്തെ പരിപാലിച്ചിരുന്ന ഒരു സ്ത്രീയെയും അവർ കടത്തിക്കൊണ്ടുപോവാണ്. അങ്ങനെ കവർച്ചക്കാരെ ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് ഈ പെണ്ണ് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ ഒട്ടകത്തിന്റെയും അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒട്ടകത്തിന്റെ കെട്ടഴിച്ചിട്ട് അതിൽ കയറി രക്ഷപ്പെടാൻ. ഓരോ ഒട്ടകവും അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ശബ്ദം ഉണ്ടാക്കുക. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് പോയി. മുദല്ലലതൻ, അത് വളരെ വിന്യാനിതമായി കെട്ടഴിച്ചപ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കാതെ ഈ പെണ്ണ് അതിൽ കയറി മദീനയിലേക്ക് രക്ഷപ്പെട്ടു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ പെണ്ണിന് ഭയങ്കര സന്തോഷമായി. ആ പെണ്ണ് പറയാണ്, അള്ളാഹു നീ എന്നെ രക്ഷിച്ചല്ലോ, അതുകൊണ്ട്
ഈ ഒട്ടകത്തെ ഞാൻ നിനക്ക് അറുക്കും എന്ന് നേർച്ച ചെയ്യാം. ഈ പെണ്ണ് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ സഹാബാക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. കാരണം അവരൊക്കെ പ്രവാചകന്റെ ഒട്ടകം കാണാത്തതിന്റെ പേരിൽ അന്വേഷിച്ച് നടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടകത്തെ കിട്ടി, പ്രവാചകന്റെ സന്തോഷമായി. പക്ഷേ ആ സന്തോഷ വാർത്തയോടൊപ്പം ഈ പെണ്ണിന് പറയാനുള്ളത്, ഞാൻ രക്ഷപ്പെട്ടത് ഈ ഒട്ടകത്തിലാണ്, ഞാൻ ചെയ്ത നേർച്ച ഈ ഒട്ടകത്തെ അറക്കാൻ വേണ്ടി നേർച്ച ചെയ്തിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തമാശയോടുകൂടി വളരെ വളരെ കൂളായി പ്രവാചകൻ പറയാണ്, നീ എന്ത് പരിപാടിയാണ് ചെയ്തല്ലേ? അള്ളാഹു ഈ ഒട്ടകത്തിൽ നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ, എന്നിട്ട് നീ നേർച്ച ചെയ്യാണോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടകത്തിന് കൊടുത്ത പരിഗണന. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, വല അനദറ ഫീമാ ലാ യംലികു ഇബ്നു ആദം, നിനക്ക് പറ്റാത്ത സംഭവമാണ്, അത് ചെയ്യരുത്, കാരണം നിന്റെ അണ്ടറിലല്ലല്ലോ ഈ ഒട്ടകം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറഞ്ഞ കുറേ കാര്യമുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോവാണ്. കുറെ ആളുകൾ മൃഗത്തിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെ അല്ലെങ്കിൽ ഈ മൃഗത്തെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ യാത്ര ചെയ്യാനാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു സീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിനെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പുറം ഒട്ടകത്തിന്റെ, അത് അങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ല, യാത്രയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴിൽ പല ആളുകളുണ്ട്. നമ്മൾ ഒരാളെ ചിലപ്പോൾ ഹയർ ചെയ്യുമ്പോൾ ഇന്ന പണിയായിരിക്കും അയാൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക. സ്വാഭാവികമായി അയാൾ നമ്മുടെ എംപ്ലോയി ആണെന്ന് കണ്ടാൽ പലപ്പോഴും ആളുകൾ ചൂഷണം ചെയ്യാണ്. അയാളെ കൊണ്ടെടുപ്പിക്കാൻ പറ്റുന്ന പരമാവധി പണികൾ അയാളുടെ, ഒരുപക്ഷെ അയാൾ ഈ കമ്പനിയിലേക്ക് കടന്നു വരുമ്പോൾ പറയാത്ത എല്ലാ പണിയും ആ പാവപ്പെട്ടവനെ കൊണ്ടെടുപ്പിക്കുന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് നോക്കുക, ദഅൂഹാ സാലിം, എന്തിനു വിളിച്ചോ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പറയുന്നത് മൃഗത്തെക്കുറിച്ചാണ്, പഠിക്കാനുള്ള പാഠം നമുക്കാണ്. മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മനോഹരമായി നമ്മളോട് ഒട്ടനവധി കഥകൾ പറഞ്ഞു തരുന്ന ഒരു സൂറത്താണ് സൂറത്തുൻ നംൽ. എന്ത് മനോഹരമാണ് ആ സൂറത്തിന്റെ ആശയങ്ങൾ. ഉറുമ്പിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ വലിയ ആശയങ്ങൾ ആ സൂറത്ത് നമുക്ക് പറഞ്ഞു തരാം. ആ സൂറത്തിന്റെ ഒരു പ്രത്യേക ഇതിവൃത്തം എന്ന് പറയുന്നത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമും മൃഗങ്ങളും തമ്മിലുള്ള ഒരുപാട് കഥകളാണ്. സുലൈമാൻ നബി ഒരിക്കൽ വലിയ സൈന്യത്തെയും കൂട്ടിയിട്ട് ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. സുലൈമാൻ ജുനൂദുഹു, സുലൈമാൻ നബിയുടെ സൈന്യത്തിൽ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, അങ്ങനെ ശക്തരായ പല ആളുകളുമുണ്ട്. എന്നിട്ട് ഖുർആൻ പറയാൻ, ഹത്താ ഇദാ അതൗ അലാ വാദി നംൽ, അങ്ങനെ ഈ സൈന്യത്തെ കൂട്ടിയിട്ട് ഒരു ഉറുമ്പിന്റെ താഴ്വരയിലൂടെ കടന്നു പോയപ്പോൾ ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംൽ ഉദ്ഖുലൂ മസാകിനകും, ആ ഉറുമ്പിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു നേതാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉറുമ്പുകളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ, സുലൈമാനും സംഘവും വരുന്നുണ്ട്, അവരുടെ കാലിനടിയിൽപ്പെട്ട് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ പെട്ടെന്ന് താവളത്തിലേക്ക് ഓടിക്കയറൂ എന്ന് ആ ഉറുമ്പ് പറയാം. ഇതിന് മനോഹരമായ ഒരു പാഠം പണ്ഡിതര് പറഞ്ഞു തരാണ്. നമ്മൾ ആലോചിച്ചു പോകും. ആ ഉറുമ്പ് നേതാവാണ്. ഒരുപക്ഷെ ആ ഉറുമ്പിന് ചിന്തിക്കാം, ആളുകളൊക്കെ മരിച്ചു പോയിക്കോട്ടെ, ഞാൻ എന്റെ തടി സലാമത്താക്കിയാൽ മതിയല്ലോ. ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക. ഇന്ന് എല്ലാ സംഘത്തിന്റെയും നേതാക്കളുടെ ഏറ്റവും വലിയ കഴിവെന്താന്ന് വെച്ചാൽ അപകടം നടക്കുമ്പോൾ ആദ്യം നേതാവ് എസ്കേപ്പ് ചെയ്യും, അണികളെ മുന്നിലിട്ട് കൊടുക്കും. അങ്ങനെ പറ്റുന്നുണ്ടോ? ആ സ്കില്ലുണ്ടെങ്കിൽ അവനാണ് നേതാവ്. നമ്മൾ ആലോചിച്ചു, ഇവിടെയാണ് ആ ഉറുമ്പിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു തരാണ്. തന്റെ അണികൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവന് പറ്റരുത്. ഈ ഉറുമ്പ് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഹദീസിൽ നമ്മൾ കാണാൻ, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കൂട്ടുകാരനാണ്. അവന് പറ്റുന്ന വേദന നിന്റെയും കൂടി വേദനയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ഗസയിൽ ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ വിശക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിട്ടും എവിടെയോ നമ്മുടെ വയറിന് വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അവര് കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഇഷ്ടംപോലെ പാനീയങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ തന്നെ എവിടെയൊക്കെയോ നമ്മുടെ തൊണ്ട വറ്റുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു കുട്ടിയുടെ ജനാസ നമസ്കാരം നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ കുട്ടി ആരൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്തേ? അൽ മുസ്ലിം അഹുൽ മുസ്ലിം. അത് ഗസയിലെ ഏതോ കുട്ടി എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, അത് സുഡാനിലുള്ള ഈജിപ്തിലുള്ള എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. മറിച്ച് അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ വേദനിക്കുന്നുണ്ടോ അതെനിക്കും വേദനിക്കുന്നത് പോലെ. ഇത് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, പരസ്പരം മുസ്ലിങ്ങൾ അവർ സഹോദരങ്ങളാണ്. ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പിനെ പരിഗണിക്കുകയാണ്. എന്നിട്ട് ആ ഉറുമ്പ് പറയുന്ന മറ്റൊരു വർത്താനം കാണാം, എങ്ങാനും ആ സുലൈമാനും സംഘവും നിങ്ങളെ ചവിട്ടിപ്പോയാൽ വഹും ലാ യശ്ഉറൂൻ. ഞാൻ പറയാണ് കേട്ടോ, ആ ഉറുമ്പ് പറയുന്ന വലിയ ഒരുപക്ഷെ ആശയപ്രപഞ്ചമാണ് ആ ഉറുമ്പ് നമ്മളോട് സംസാരിക്കുന്നത്. നതഖത് ബിൽ ഹിക്മ, ആ ഉറുമ്പ് സംസാരിക്കുന്നത് മുഴുവൻ ഹിക്മത്താണ്. ആ ഉറുമ്പ് പറയാൻ, എങ്ങാനും നിങ്ങളെ അവർ ചവിട്ടിപ്പോയാൽ വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാതെ ചവിട്ടിപ്പോയതായിരിക്കും എന്ന് ഉറുമ്പ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ഉറുമ്പ്
മനുഷ്യന് എക്സ്ക്യൂസ് കൊടുക്കുകയാണ്. അവരൊരു പക്ഷെ ചവിട്ടിയേക്കാം, നിങ്ങളെ ചവിട്ടിയാലും അത് അറിയാണ്ട് ചെയ്തു പോയതായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാറുണ്ടോ? നമ്മൾ ആലോചിച്ചു, മനുഷ്യർ നമ്മളോട് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അത് അവൻ അറിയാതെ പറ്റിയതായിരിക്കും. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അവന് കൊടുക്കാൻ പറ്റാറുണ്ടോ? നമ്മൾ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അവര് അതിനൊട്ടും ഉദ്ദേശിക്കാത്ത ഒരുപാട് അർത്ഥങ്ങളും മാനങ്ങളും അതിന് കെട്ടിവെച്ചിട്ട് അവർ അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്താൽ അവർ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലുമൊക്കെ അർത്ഥം അതിന് കൊടുത്തിട്ട് ആളുകളെ വഷളാക്കാൻ നമ്മൾ ശ്രമിക്കാം. നമ്മൾ ആലോചിക്കും. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വർത്തമാനം കേൾക്കാം. ഇദാ ബലഗക അൻ അഖീക ഷൈ, നിന്റെ സഹോദരനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശം വാർത്ത നിന്നിലേക്ക് വന്നാൽ ഫൽതമിസൂ ലഹു ഉദ്റ, നീ അവൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടാകും എന്ന് കരുതണം. അവൻ ചിലപ്പോൾ അവനായിരിക്കില്ല ചെയ്തു പോയത്, ചിലപ്പോൾ ചെയ്തത് അവനായിരിക്കും, പക്ഷെ അവൻ അതായിരിക്കില്ല ഉദ്ദേശിച്ചത്, അവൻ ചെയ്യുമ്പോൾ മാറിപ്പോയത്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ എക്സ്ക്യൂസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നീ അങ്ങനെ എന്തെങ്കിലും കൂട്ടുകാരനെ പറ്റി എന്തെങ്കിലും വാർത്ത അറിഞ്ഞാൽ നീ അവന് ഉദർ അന്വേഷിക്കുക, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അന്വേഷിക്കുക. ഒരുപക്ഷെ അന്വേഷിച്ചു, അപ്പോഴും ഒരു എക്സ്ക്യൂസും കാണുന്നില്ല, എന്നാലും എന്നിട്ട് അദ്ദേഹം പറയാം, എന്നാലും ഫഖുൽ, നീ പറയണം, ലഅല്ലഹു ലഹു ഉദ്റ, എങ്കിലും എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അവൻ ഉണ്ടാവും, അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. നമുക്ക് എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ എന്താണ്, നമ്മുടെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ അവനെ കുറിച്ച് അവനോട് ബന്ധപ്പെട്ടിട്ട് എന്ത് പറ്റി എന്ന് പറയാ, അത് നമ്മുടെ സ്വഭാവമല്ല. ഇതെങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യണം, എത്ര സ്റ്റാറ്റസ് വെക്കണം, ഏതൊക്കെ ഗ്രൂപ്പിലയക്കണം, ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ടാണ് നമ്മൾ ആരാണ് എന്നതിനെ കുറിച്ച് പോലും നമ്മൾ ആലോചിക്കും. ഒരു ഉറുമ്പ് പറയാണ്, സുലൈമാൻ നിങ്ങൾ ചവിട്ടിയേക്കാം, പക്ഷെ അറിയാതെ പറ്റിപ്പോയതായിരിക്കും എന്ന് പറയുന്ന ഒരു ഹിക്മത്ത്, എന്ന് പറയുന്ന ഒരു സ്വഭാവം സൂറത്തുൻ നംൽ നമുക്ക് പഠിപ്പിച്ചു തരാം. മറ്റൊരു സന്ദർഭം കാണാം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മരുഭൂമിയിൽ ഇങ്ങനെ ടെന്റ് കെട്ടി, മറ്റൊരു സന്ദർഭമാണ്. അങ്ങനെ സൈന്യത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞു പക്ഷിയെ കാണുന്നില്ല. അതും ഖുർആൻ നമ്മളോട് പറഞ്ഞുതരാണ്. സുലൈമാൻ നബി സൈന്യത്തിൽ ഓരോ പക്ഷികളെ നോക്കിയപ്പോൾ ഹുദ് ഹുദ്, ഹൂപ്പി ബേർഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മരംകുത്തിയെ പോലെ, ഇരട്ടത്തലേനെ പോലെ ചെറിയൊരു ഒരു കുരുവിയാണ്. ആ പക്ഷിയെ കാണുന്നില്ല. അതിനന്വേഷിച്ച് നോക്കിയപ്പോൾ ആ പക്ഷിക്ക് കാണുന്നില്ല എന്ന് സുലൈമാൻ നബി പറയാം. ഇത് ഖുർആൻ എടുത്ത് ഉദ്ധരിക്കാം. ഇമാം ഖുർത്തുബി ഇതിന്റെ തഫ്സീറിൽ നമുക്ക് പറഞ്ഞിരുന്ന കാര്യമാണ്. ഈ ആയത്തിലുണ്ട് എന്ത്? ഒരു ഭരണാധികാരി തന്റെ കീഴിലുള്ള പ്രജ എത്ര നിസാരനാണെങ്കിലും അവന്റെ കാര്യം അന്വേഷിക്കുക എന്നത് അവന്റെ ബാധ്യതയാണ്. ഈ ആയത്ത് നമ്മളോട് പറഞ്ഞിരുന്നു അല്ലേ? സുലൈമാൻ എന്ന് പറയുന്ന വലിയ ചക്രവർത്തി, തന്റെ സൈന്യത്തിൽ മല്ലന്മാരായ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ആരും ശ്രദ്ധിച്ചേക്കാൻ ഇടയില്ലാത്ത ഒരു ചെറിയ പക്ഷിയെ കുറിച്ച് സുലൈമാൻ നബി അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇമാം ഖുർത്തുബി പറയാൻ, റഹിമല്ലാഹു ഉമർ, അല്ലാഹു ഉമറിന് റഹ്മത്ത് ചെയ്യട്ടെ. ഉമർ പറഞ്ഞുവല്ലോ, യൂഫ്രട്ടീസിന്റെ നദീതടങ്ങളിൽ ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി മരിച്ചു പോയാൽ ഉമർ, അതിനെപ്പറ്റി അള്ളാഹു ഉമറിനോട് ചോദിച്ചാൽ ഈ ഉമർ എന്താ പറയാ? ആട്ടിൻകുട്ടിയെ കുറിച്ച് ഉമറിന് അറിയില്ലല്ലോ, പക്ഷെ അള്ളാഹു ചോദിക്കുമല്ലോ എന്ന ഒരു ബോധ്യം ഉമറിനുണ്ടായത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞ ലീഡർഷിപ്പിൽ മാതൃക നമുക്ക് കാണിക്കാൻ കഴിയാത്ത, എവിടെയും പരതിയാൽ നമുക്ക് കിട്ടാത്ത നിസ്തുലമായ മാതൃകകൾ കാണിച്ചു തന്ന പ്രവാചകന്റെ ജീവനം പഠിച്ചിട്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് തന്റെ കീഴിലുള്ള ആളുകളെ പരിഗണിച്ചത് എന്ന് നമ്മൾ പഠിച്ചു നോക്കുക. മനോഹരമായ ഒരു കഥ കാണാം. മദീനയിൽ ഒരു കറുത്ത അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവര് ആയിഷ ബീവിയോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ രസകരമായ ഒരു കഥയാണ്. ആയിഷ ബീവിയോട് അവർ പറഞ്ഞു കൊടുക്കുന്ന കഥ, ഞാൻ മുൻപ് ഒരു നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ അടിമയായിരുന്നു. ആ ഉടമയുടെ മകളുടെ കല്യാണമാണ്. ആ പെണ്ണിനെ ഒരുക്കാൻ വേണ്ടി ഞാൻ വീടിന് പുറത്തേക്ക് പോയി. അന്ന് വാഷ്റൂം എന്നൊക്കെ പറയുന്നത് വീടിന്റെ പുറത്താണ്. അവൾ കുളിക്കാൻ വേണ്ടി കയറി. അവരുടെ മനോഹരമായ അന്നത്തെ ഫംഗ്ഷനിൽ ഇടേണ്ട ഒരു അരപ്പാവാട, ഇത് ചുവന്ന കളറിലാണ്. അവൾ എന്നെ ഏൽപ്പിച്ച് നിലത്ത് വെച്ചിട്ട് അവൾ വാഷ്റൂമിലേക്ക് കയറിയതാണ്. ആ സമയത്ത് ഒരു പക്ഷി, ഒരു പരുന്ത് മുകളിൽ നിന്ന് ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. ഈ പെണ്ണ് പറയാണ്, ഇതൊക്കെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. ഒരുപക്ഷെ ആ പക്ഷി കരുതിയിട്ടുണ്ടാവും, ചുവന്ന പവാടയാണല്ലോ, അതൊരു ഇറച്ചിയാന്ന് കരുതി അതിവേഗതയിൽ കടന്നു വന്നിട്ട് ഈ വസ്ത്രം റാഞ്ചിക്കൊണ്ട് ആ പക്ഷി പോവാണ്. ഈ പെണ്ണ് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. എവിടെ എന്റെ വസ്ത്രം? പക്ഷി എടുത്തുകൊണ്ട് പോയി എന്നാണ് ഈ അടിമ പറയുന്നത്. അവൾ വിശ്വസിക്കാൻ കൂട്ടായില്ല. അവള് നിലവിളിച്ചു. വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നു. സ്വാഭാവികമായി ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ആലോചിക്കില്ല അത് ഇവള് തന്നെ എന്ന് നമ്മൾ മുൻവിധി വെക്കുന്നത് പോലെ അത് ഇവളായിരിക്കും. ഇവളെ അരിച്ചു പറക്കി സാധനം കിട്ടുന്നില്ല. ഇവിടെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഹദീസ് പറയാൻ, ഇവിടെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഇവക്കൊന്നും ചെയ്യാൻ കഴിയും, അടി വാങ്ങിക്കാൻ എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരിക്കെ ഇവരെല്ലാവരും ആ പക്ഷി ഈ വസ്ത്രം എടുത്തുകൊണ്ടുവന്ന് ഇവളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആ പക്ഷി പറന്നു പോവുക. ഇവർക്ക് ഭയങ്കര ഖേദം തോന്നി. കാരണം ഇത്ര സമയം അടിച്ചത് ഈ പക്ഷി എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ. ഇവര് കാണുകയെ ഇങ്ങനെ ചെയ്യല്ലേ,
അവർക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് ഇവർ ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു നോക്കി. അടിമ പറഞ്ഞു, ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? നമ്മൾ അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും തോന്നിയാൽ ആളുകളെ കുറിച്ച് പറയേണ്ടതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു സിമ്പിൾ വാക്കാണ് സോറി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഉറപ്പ് തുപ്പുകളും നമ്മൾ ഇങ്ങനെ അയച്ചു വിട്ടതിന് ശേഷം സോറി പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? മനുഷ്യന്റെ വേദന പോവോ? ഉണ്ടായ മുറിവുകൾ പോവോ? മനുഷ്യനുണ്ടായിരുന്ന ആ മതിപ്പ് അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? പക്ഷെ ഈ പെണ്ണിനോട് എത്ര പറഞ്ഞിട്ടും പെണ്ണിന് ഒട്ടും സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ നമ്മൾ മോചിപ്പിക്കാം. അത് നിനക്ക് ഓക്കെ ആണല്ലോ. ആ പെണ്ണ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കൂ. അങ്ങനെ മോചിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ പെണ്ണ് മദീനയിലേക്ക് വരുന്നത്. അങ്ങനെ മദീനയിലിരിക്കുകയാണ് ഈ പെണ്ണ് ആയിഷയോട് കഥ പറയുന്നത്. വയൗമുൽ വിശാഹി മിൻ അജീബി റബ്ബിന. ആ പെണ്ണ് പാടുന്ന പാട്ടാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വയൗമുൽ വിശാഹി, ആ ഒരു വസ്ത്രത്തിന്റെ കഥ. മിൻ അജീബി റബ്ബിന, നമ്മുടെ റബ്ബിന്റെ വലിയ അത്ഭുതമാണ്. എന്നെ രക്ഷപ്പെടുത്തിയില്ലേ? അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആ ചെറിയ ആളുകൾ ഒട്ടും പരിഗണിക്കാത്ത ആ സ്ത്രീയാണ്. ഇതേ സ്ത്രീയാണ് നമ്മൾ മറ്റൊരു ഹദീസിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു കറുത്ത പെണ്ണുണ്ടായിരുന്നു, അടിമയായ ഒരു പെണ്ണ്. അത് ഈ സ്ത്രീയാണ് എന്ന് പണ്ഡിതന് പറഞ്ഞത്. അവരൊരു ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു പോയി. സഹാബാക്കളൊക്കെ അന്ന് രാത്രി തന്നെ അവളെ മറവ് ചെയ്തു. പക്ഷെ പ്രവാചകൻ അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ അറിയിക്കാൻ മാത്രം വിലയുള്ളവളാണ് എന്ന് സഹാബാക്കൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അന്നത്തെ സൊസൈറ്റിയുടെ ഒരു നിലപാട് അങ്ങനെ ആയിരിക്കാം. പക്ഷേ പിറ്റേന്ന് രാവിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ അന്വേഷിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭരണാധികാരി തന്റെ കീഴിലുള്ള ആളുകളൊന്നും ശ്രദ്ധിക്കാത്ത മനുഷ്യരായിരുന്നാലും ശരി അവരെ കുറിച്ച് അന്വേഷിക്കണം. പ്രവാചകൻ അന്വേഷിച്ചു, എവിടെ ആ പെണ്ണ്, എവിടെയാണ്? ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി. അഫല ആദൻ തുമൂഹ, നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാതിരുന്നത്? പ്രവാചകന്റെ മുഖം മൊത്തം വിവരണമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ മറവാടിയ ഖബർ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകൻ ആ ഖബറിന്റെ അടുത്തേക്ക് പോയി അവർക്ക് വേണ്ടി നമസ്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ തിരിച്ചു. നമ്മൾ ആലോചിച്ചു നോക്കൂ, മരിച്ചാൽ ആ ഖബറിന്റെ അടുത്ത് പോയി പ്രവാചകൻ നിസ്കരിച്ചു, മരിച്ചു പോയല്ലോ എന്ന് പറയല്ല. അവളെ മരണത്തിൽ പോലും പരിഗണിച്ച പ്രവാചകന്റെ ഒരു ജീവിതം വായിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ പ്രിയമുള്ളവരെ? അവർക്ക് ജീവനുള്ള അവരുടെ ഹയാത്തിന്റെ കാലത്ത് അവരൊക്കെ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മരിച്ചതിന് ശേഷം ആളുകൾ നല്ല വർത്താനൊക്കെ പറയും. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളോട് സ്നേഹമുള്ള, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരില്ലേ, അവരെ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിൽ നിന്ന് വന്നതിന് ശേഷം സഹാബാക്കളോട് ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഞാൻ അവർക്ക് വേണ്ടി നമസ്കരിച്ചപ്പോൾ അതുവരെ ഇരുട്ടായിരുന്ന ആ ഖബറുണ്ടല്ലോ അത് പ്രകാശിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആ പെണ്ണിന്റെ ഖബർ തേടിപ്പോയി, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഖബർ ഒന്നാകെ പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് തന്റെ കീഴിലുള്ള ആളുകളെ പരിഗണിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചു. അവിടെയും കഴിയില്ല. ഈ പക്ഷിയെക്കുറിച്ച് വീണ്ടും സൂറത്തുൻ നംൽ പറയാം. സുലൈമാൻ നബി പറയുന്നുണ്ട്, പക്ഷിയെ കാണാത്ത സന്ദർഭത്തിൽ അവൾ എന്തിനാണ് പോയത്, ആ പക്ഷി എന്തിനാണ് ഇവിടെ നിന്ന് ആബ്സെന്റ് ആയത് എന്ന് കൃത്യമായ ഒരു കാരണം എന്നെ ബോധിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ അവളെ ശിക്ഷിക്കും. പക്ഷിയെ കുറിച്ച് പറയാം. ആ പക്ഷി കടന്നു വന്നപ്പോ പറയുന്ന വാർത്ത സുലൈമാൻ നബിക്ക് വലിയ അത്ഭുതമായി. ആ മരകൊത്തി പക്ഷി പറയാൻ, നിങ്ങൾ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു അറിവുമായിട്ടാണ് ഞാൻ വരുന്നത് സബ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന്. ആ രാജ്യത്തിൽ ഒരു പെണ്ണാണ് ഭരണം നടത്തുന്നത്. വലിയ ഒരു സാമ്രാജ്യമാണ്. പക്ഷെ അവർ ആരാധിക്കുന്നത് ഒരു സൂര്യനാണ്. ആ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും ആർക്ക് പറഞ്ഞു കൊടുത്തു? സുലൈമാൻ നബിക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ ചില തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയാണ്, ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠമുണ്ട്. സുലൈമാൻ എന്ന് പറയുന്നത് വലിയ അലൈഹിസ്സലാത്തു വസ്സലാം വലിയൊരു ചക്രവർത്തിയാണ്. സുലൈമാൻ നബിക്ക് പോലും അറിയാത്തൊരു കാര്യം, സുലൈമാൻ നബിയുടെ സൈന്യത്തിൽ മല്ലരായ ജിന്നുകളുണ്ട്, അതിശക്തരായ ആളുകളുണ്ട്. അവരൊന്നും അറിയാതിരുന്ന ഒരു കാര്യം ചെറിയൊരു പക്ഷി അറിഞ്ഞു എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇൽമ അങ്ങനെയാണ്, അറിവ് അങ്ങനെയാണ്. അത് ആളുകളുടെ വലിപ്പം അനുസരിച്ചിട്ടല്ല. ഒരുപക്ഷെ നമ്മൾ എത്ര വലുതാണെന്ന് പറഞ്ഞാലും നമുക്കൊന്നും അറിയാത്ത അറിവ് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും. ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ചിലപ്പോൾ നമ്മളെക്കാൾ മദർസ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പോയി നമ്മൾ മദർസയിലേക്കുന്ന കുട്ടികളാണ്. നമ്മളെക്കാൾ ദുആ ചൊല്ലുന്നുണ്ട് അവർ, നമ്മളെക്കാൾ ഖുർആൻ ഓതുന്നുണ്ട് അവർ, നമ്മളെക്കാൾ അറിവുള്ള ആളുകളുണ്ട്. പലപ്പോഴും ആളുകൾ അറിവിന്റെ മേൽ ഇങ്ങനെ അഹന്ത നടിക്കാൻ. എത്ര അറിവുള്ള ആളുകളാണെങ്കിലും ശരി, അതിനേക്കാൾ അറിവുള്ള അള്ളാഹു ഉണ്ട്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ആ ചിന്ത വരാതിരിക്കാനാണ്. സുലൈമാൻ നബി അറിയാത്തത് ചെറിയൊരു പക്ഷി അറിഞ്ഞു. എന്നിട്ട് അതിന്റെ തഫ്സീറുകളിൽ നമ്മൾ കാണാം, പല സംഭവങ്ങളും കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് പ്രവാചകൻ സഹാബാക്കളോട് ഒരു ചോദ്യം ചോദിക്കുക. ഇതുപോലെ ഒരു സദസ്സിൽ പ്രവാചകൻ ചോദിച്ചു, ഒരിക്കലും ഇല പൊഴിയാത്ത മരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സഹാബാക്കൾ പല മരങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണം. പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ അടുത്തുള്ള മരത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരില്ല. പല മരത്തിനെ കുറിച്ച് ഓരോ ഇങ്ങനെ ആലോചിച്ചു. അവർക്കാർക്കും ഉത്തരം കിട്ടിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഈന്തപ്പന മരമാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഡെയിലി കാണുന്ന മരം, നമ്മൾ എപ്പോഴും കാണും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.
ഇത് പറഞ്ഞ് സദസ്സ് പിരിച്ചു വിടുന്ന സമയത്ത് ഇബ്നു ഉമർ തന്റെ വാപ്പ ഉമറിനോട് പറയാണ്, പ്രവാചകൻ അത് പറഞ്ഞ ഉടനെ എനിക്ക് ഉത്തരം എന്തായിരുന്നു കിട്ടിയിരുന്നു, പക്ഷേ പറയാൻ എനിക്ക് നാണക്കേടായി. കാരണം എന്താണ്, ഇത്രയും വലിയ സഹാബാക്കൾ ഇരിക്കുകയാണല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞാൽ അഥവാ നമ്മൾ ആലോചിച്ച് നോക്കും. ഉമർ പറയാണ്, മകനെ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം അതാണ്. എന്റെ മകൻ പ്രവാചകന്റെ മുന്നിൽ സഹാബാക്കൾ, അബൂബക്കർ ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു, എത്ര വലിയ സഹാബാക്കളുണ്ട്, അവർക്ക് കിട്ടാത്ത ഉത്തരം എന്റെ മകന് കിട്ടി എന്ന് പറഞ്ഞാൽ ഇൽമ് അങ്ങനെയാണ്. ഒരുപക്ഷെ വലിയ ആളുകൾക്ക് കിട്ടാത്തത് ചെറിയ മനുഷ്യര് കിട്ടിയേക്കാം. നമ്മൾ ആലോചിച്ച് നോക്കൂ. മറ്റൊരു ചരിത്രം അവിടെ ഉദ്ധരിച്ചതായി നമ്മൾ കാണുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് സൂറത്തുൻ നസ്റിന്റെ തഫ്സീർ ചോദിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. ഈ ആയത്തിന്റെ തഫ്സീർ ചോദിച്ചപ്പോൾ പല സഹാബാക്കൾക്കും അതിന്റെ ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ മകൻ പറഞ്ഞു കൊടുക്കുന്നത് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ആയത്താണ്. ആലോചിച്ചു പോകും എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകൾ ഒരുപക്ഷെ വലിയ ആളുകളെക്കാൾ ഇൽമ് പഠിക്കുന്നുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാം. നമ്മൾ പഠിക്കുന്ന ഇൽമ് മറ്റാർക്കും ഉപയോഗപ്പെടുന്നതിനേക്കാൾ നമുക്ക് ഉപയോഗപ്പെടണം, അതും കൂടെ നമ്മൾ പഠിക്കണം. ഇമാം അഹ്മദ് തന്റെ സുഹൃദ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നീ കുറെ ഇൽമു പഠിച്ചു, എന്നിട്ട് നീ നാട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു, അവര് നിന്നേക്കാൾ നല്ല അമല് ചെയ്ത് സ്വർഗത്തിലെത്തിയാൽ നിന്നേക്കാൾ വലിയ നഷ്ടക്കാരനാരുള്ളത്? പ്രിയമുള്ളവര്, നമ്മൾ എത്ര ഇൽമു പഠിക്കുന്നുണ്ട്, നമ്മൾ എത്ര ഖുർആനിക വചനം പഠിക്കുന്നുണ്ട്. നമ്മൾ ആളുകൾക്ക് ഇത് സ്റ്റാറ്റസ് വെച്ചു, ഫോർവേഡ് വെച്ചു, പരിപാടി വെച്ചു, ആളുകൾ അത് പഠിച്ച് അമലും ചെയ്തു പോയി. പക്ഷെ എനിക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിന്നേക്കാൾ വലിയ നഷ്ടക്കാരൻ ആരുണ്ട് എന്ന് ഇമാം അഹ്മദ് ചോദിക്കണം. അള്ളാഹു നമുക്കൊക്കെ ജീവിതത്തിൽ എത്ര അറിവ്, അതെത്ര ചെറുതാണെങ്കിലും, അതെത്ര ചെറിയ മനുഷ്യരിൽ നിന്നാണെങ്കിലും ശരി, ഒരു കുഞ്ഞുകുട്ടിയിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിലും ശരി, അത് അവനേക്കാൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ആത്മാർത്ഥത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു അത്തരത്തിൽ ഇൽമ് അമലായി കൊണ്ട് നടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വരികയാണ്. എവിടെ ഇബ്നു അബ്ബാസ്? ഇബ്നു അബ്ബാസ് ഖുർആനിന്റെ വലിയ പണ്ഡിതനാണ് എന്നാണല്ലോ പറയുന്നത്. ഇബ്നു അബ്ബാസ് സൂറത്തുൻ നംലുമായി ബന്ധപ്പെട്ട് ഒരു തഫ്സീർ പറയുന്നുണ്ട്. ആ തഫ്സീർ ഇങ്ങനെയാണ്: ഹുദ്ഹുദ് എന്ന് പറയുന്ന ഈ പക്ഷി സുലൈമാൻ നബിയുടെ സൈന്യത്തിന് വേണ്ടി ചെയ്തിരുന്ന സേവനം എന്താണെന്ന് വെച്ചാൽ, ദൂരെ അത് വളരെ ഉയരത്തിൽ പറക്കുമ്പോഴും മരുഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള കഴിവ് ആ പക്ഷിക്കുണ്ട് എന്ന് തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അതിനെ പൊടിക്കാൻ, അതിനൊരു മറുപടി കിട്ടിയിട്ടാണ് ഈ മനുഷ്യൻ, ഖവാരിജിയായ ഈ മനുഷ്യൻ നാഫി ഇബ്നു അസ്റഖ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വരുന്നത്. എവിടെ ഇബ്നു അബ്ബാസിനെ കിട്ടി. ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, താങ്കളല്ലേ പറഞ്ഞത് ഈ പറഞ്ഞ ഹുദ്ഹുദ് ഭൂമിക്കടിയിലുള്ള വെള്ളം പോലും കാണും എന്നല്ലേ? പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ ചെറിയ കുട്ടികൾ ഈ ഹുദ്ഹുദിനെ പിടിക്കാൻ വേണ്ടി ഒരു ഇല വിരിച്ചിട്ട് ചില കെണികൾ വെക്കുകയാണ്. അതിൻ്റെ അടിയിൽ വലിയൊരു കെണിയുണ്ട്. ആ ഇലയുടെ മുകളിൽ ധാന്യങ്ങളാണ്, ഇലയുടെ അടിയിൽ വലിയ കെണിയാണ്. താങ്കൾ പറഞ്ഞ ഭൂമിക്കടിയിലുള്ള വെള്ളം പോലും കാണുമെന്ന് പറഞ്ഞ ഈ ഹുദ്ഹുദ് എന്തേ ചെറിയ കുട്ടികൾ വെക്കുന്ന ഈ ഇലയിനടിയിലുള്ള കെണി കാണാതെ പോയത് എന്നാണ് ഇബ്നു അബ്ബാസിനോട് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ഇബ്നു അബ്ബാസിനോട് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ വിചാരിച്ചു ഇബ്നു അബ്ബാസ് ഉത്തരം മുട്ടി കാണും, പരാജയപ്പെട്ട് കാണും, പോസ്റ്റർ അടിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് പറയാണ്, താങ്കൾ എൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന് മറുപടി പോലും തരുമായിരുന്നില്ല. നമ്മൾ ആലോചിച്ച് പോകണം. നമ്മൾ ആളുകൾ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കാൻ, അവന് മറുപടി പറയണം, ഇവന് മറുപടി പറയണം, ആര് നമ്മളെ പേര് പറഞ്ഞില്ലെങ്കിലും മറുപടി പറയാനാണ് നമുക്ക് തിരക്ക്. ഇബ്നു അബ്ബാസ് പറയാം, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ മറുപടി പോലും പറയില്ലായിരുന്നു, പക്ഷെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം, വൈഹക്, നിനക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ, എന്തൊരു കഷ്ടമാണ്. ഇദാ നസലൽ ഖദർ അമിയൽ ബസർ വദഹബൽ ഹദർ. മനോഹരമായ മറുപടി. ഇദാ നസലൽ ഖദർ, അല്ലാഹുവിന്റെ ഖദർ വന്നു കഴിഞ്ഞാൽ അമിയൽ ബസർ, പിന്നെ കണ്ണ് കാണാതായി പോകൂലേ. വദഹബൽ ഹദർ, ആളുകൾ എത്ര സൂക്ഷിച്ചാലും ആ സൂക്ഷ്മതയൊക്കെ വിട്ടിട്ട് അള്ളാഹുവിന്റെ ഖദർ വരൂലേ. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ
ചില ഫ്ലൈറ്റിന്റെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ മീഡിയാസും ഭയങ്കര കവറേജിങ് ആണ്. ഇത്ര കിലോമീറ്റർ പറത്തിയ പൈലറ്റാണ്, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇതാ നസലൽ ഖദർ. അള്ളാഹുവിന്റെ ഖദർ വന്നാൽ ഇനി എക്സ്പീരിയൻസിനൊന്നും കാര്യമില്ല. നമ്മുടെ കണ്ണങ്ങടയും, അള്ളാഹുവിന്റെ ഖദർ അങ്ങ് നടപ്പാവും. ഇതാണ് സത്യം. ഇത് പറഞ്ഞതോടുകൂടി മനുഷ്യന് മറുപടി പറയാനില്ല. ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ ലൻ ഉജാദിലുക ഫീ ശൈഇൻ മിനൽ ഖുർആനി അബദ. ഇബ്നു അബ്ബാസ്, ഇനി താങ്കളോട് തർക്കിക്കാൻ, മത്സരിക്കാൻ ഖുർആനിന്റെ ഒരു വിഷയത്തിലും ഞാൻ കടന്നു വരികയില്ല എന്ന് ആ മനുഷ്യൻ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു. നമ്മൾ ആലോചിച്ചു, സൂറത്തുൻ നംലുമായി ബന്ധപ്പെട്ടാണ് ഈ തഫ്സീർ ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖദർ വന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ അതിനു വേണ്ടി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എത്ര സൂക്ഷിക്കാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. കുട്ടികളെ കുറ്റം പറയുന്നു, നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നു. സംഭവിക്കാനുള്ളത് അള്ളാഹിന്റെ ഖദറാണ്. എത്ര സൂക്ഷ്മയുള്ള മനുഷ്യനായാലും ശരി, സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ എത്ര തന്നെ സൂക്ഷിച്ചാലും ഖദർ ഉണ്ടോ, അത് നടക്കും. അമിയൽ ബസർ, കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോവാൻ, വദഹബൽ ഹദർ, അതുവരെ സൂക്ഷിച്ച മനുഷ്യന്റെ എല്ലാ സൂക്ഷ്മതയും നഷ്ടപ്പെട്ടു പോവാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദറിന്റെ വലിപ്പം പറഞ്ഞു തരാണ്. അള്ളാഹു നമുക്കൊക്കെ വിശുദ്ധ ഖുർആൻ കഥകളിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ കാര്യമായി ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിച്ച് ആ ഖുർആനിന്റെ അഹ്ലുകാരായി മാറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ ഇന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അവിടെ വലിയ പ്രയാസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, സ്ത്രീകൾ, അവിടെ എല്ലാ മനുഷ്യർക്കും അള്ളാഹു എല്ലാവിധ പരിഹാരവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സമയത്തിന് എല്ലാവിധ ഖൈറ് ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم